അപ്പൊ തലക്ക് പിടിച്ചിരിക്കുന്ന സ്വന്തം കോളേജ് തീർച്ചയായിട്ടും അതെ. ചെറിയ സ്വപ്നമൊന്നുമല്ല, വലിയ സ്വപ്നമാണ്. അതെ അതെ അതെ. അത് ആദ്യം ജോലി കിട്ടിയ സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതും തുടങ്ങിയതാണ്. അതെ. ശരി, കോളേജ് ഉണ്ടാക്കാൻ പുറപ്പെട്ടത് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും അന്ന് ഞാനങ്ങനെ ചെങ്കോട്ടയിലുള്ള ഒരു ഈ സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് അവര് ലീസിന് തരാമെന്ന് എനിക്ക് ഏൽക്കുകയും, ചെങ്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ തമിഴ്നാട് കേരള കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട്. ബോർഡറായിട്ട് അങ്ങനെ അവിടെ അവരത് ഇറ്റാലിയൻ കോൺഗ്രേഷനാണ്. അപ്പോൾ ഒരിക്കൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള ആ സിസ്റ്റേഴ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരത് ഒരു ലോങ് ടൈമിലേക്ക് എനിക്ക് ലീസിന് തന്നു. അതുമായി ഞാൻ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാരാമെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ്. പാരാമെഡിക്കൽ കോളേജിന് അതെ MGR യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതെ. കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് ഞാനത് ചെയ്തായിരുന്നു. അതില്ലല്ലോ, നമുക്ക് മോഹങ്ങൾ വലുതാണ്. അതെ തീർച്ചയായിട്ടും. നമ്മള് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ താങ്കളും പാരാമെഡിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ഞാൻ ചോദിച്ച പ്രശ്നമാവും. ഒരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എഞ്ചിനീയറിങ് കുറേ നാൾ ആൾക്കാർ ഇങ്ങനെ പഠിക്കും. കാരണം അത് മെയിൻ വിഷയമാണ്. ഞാനതിന് അനുകൂലമല്ല. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തും പറഞ്ഞു മെക്കാനിക്കൽ എടുക്കും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരാളെ പോലും നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനോ അവർക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് പോകാനോ ഇപ്പോൾ ആരും ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ടോ ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ജോലി കിട്ടും എന്നുള്ള ധാരണ. അതെ അതെ അതെ. ശരി, അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു?